അങ്ങനെ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറിയായി. പക്ഷേ ഒരുപാട് നിലവിളികൾ വരികയാണ്. പി ജയരാജൻ സെക്രട്ടേറിയറ്റിലില്ല, MB രാജേഷ് സെക്രട്ടേറിയറ്റിലില്ല. എന്തിന് സുകന്യ വരെ, ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുകന്യ വരെ പോസ്റ്റിട്ടു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ടിരിക്കുന്നു. എനിക്ക് ഈ MB രാജേഷ് ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അത് PK ഗുരുദാസൻ വെച്ചൊരു പാരയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം PK ഗുരുദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിണറായി ഇപ്പം തന്നെ അങ്ങ് മാറണം, എന്നിട്ട് MB രാജേഷിനെ പോലെയുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത തവണ പരിശീലനമാകുമെന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിലില്ല. അല്ല, ഇവരൊക്കെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നാണ്. ഒന്നും സംഭവിക്കില്ല. കേരളത്തിൻ്റെ മൂലയ്ക്കുള്ള ഒരു കൊച്ചു പാർട്ടി, അതിന് അവർ തന്നെ പേരിട്ട കേരളത്തിൻ്റെ മൂലയ്ക്കൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലല്ല, ഭാരതത്തിൻ്റെ മൂലയ്ക്ക് എന്തുമായിക്കോട്ടെ, അവർക്ക് കുറേ പാർട്ടി സംവിധാനങ്ങളുണ്ട്. എല്ലാ പാർട്ടികൾക്കും കുറേ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ BJPക്ക് കോർ കമ്മിറ്റിയുണ്ട്, മറ്റൊരു പാർട്ടിക്കും കോർ കമ്മിറ്റിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എണ്ണം കൂടിക്കഴിയുമ്പോൾ കോൺഗ്രസ് ആയിട്ട് മാറും. ഇപ്പോൾ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ്, മധുരയിൽ അത് കോൺഗ്രസ് എന്നാണ് പേര്. അതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആയിട്ട് മാറുന്നത്? ഏതായാലും പാർട്ടി കോൺഗ്രസ്. അങ്ങനെ ഒരു നാടകം അവിടെ. കോൺഗ്രസ്സിന് അവരുടെ ചില കനുകൂലുകാരോ അവരെ ഉപദേശിക്കുക, സർവേ നടത്തുക, അങ്ങനത്തെ ഇലക്ഷൻ ജയിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനൊക്കെ കമ്മിറ്റി സംഗതിയൊക്കെ ഉണ്ട്. കാരണം രാഷ്ട്രീയക്കാർക്കെല്ലാം സ്ഥാനം വേണം. സ്ഥാനം മോഹിച്ചിട്ടാണല്ലോ എല്ലാവരും പാർട്ടിയിലേക്ക് പോകുന്നത്. അല്ല, അത് ദൈവത്തെ ഓർത്ത് ജനങ്ങളെ സേവിക്കാനെന്നൊന്നും പറയരുത്. അങ്ങനത്തെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കാനും വയ്യ. അപ്പോൾ അങ്ങനത്തെ തമാശകൾ വിടുക. സ്ഥാനങ്ങൾക്ക്, മാനങ്ങൾക്ക്, കാശിനുമൊക്കെ വേണ്ടിയിട്ടാണ്, സ്വാധീനം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ പാർട്ടിയിലും പോകുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗം ചോദിച്ചാൽ കിട്ടുന്ന അത്രയും കാശ് അംഗമല്ലാത്ത ആൾ ചോദിച്ചാൽ കിട്ടില്ല. അതാണ് ഈ അംഗമാകാനായിട്ട്. അല്ലാതെ സെക്രട്ടേറിയറ്റ് ആയാൽ പിന്നെ മന്ത്രിസഭ വന്നാൽ മന്ത്രിയാവുമെന്ന് ഉറപ്പാണ്. ആകുമെന്ന് ഉറപ്പൊന്നുമില്ല. ഏതായാലും ആവാനുള്ള ഒരു സാധ്യത കൂടുതൽ. അപ്പം ഇതൊക്കെ കൊണ്ട് ഇവർ നോക്കിയോ, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെൻറ്റർ, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ, പിന്നെ ഫ്രാക്ഷൻ, പല പല രീതിയിൽ, അതുകൂടാതെ ട്രേഡ് യൂണിയൻ, ഇത് കൂടാതെ 550 കോർപ്പറേഷൻസ് ഉണ്ട്. ഈ നമ്മുടെ പലവിധ നിയമനങ്ങൾ, കേരളത്തിലോ കശുവണ്ടി കോർപ്പറേഷൻ എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അയാളെന്നെ വിളിച്ചു പറഞ്ഞു. ഞാനത് എനിക്ക് ബൈ പോസ്റ്റ് അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് 550 മൊത്തം കോർപ്പറേഷൻ്റെ എണ്ണം. അടയ്ക്ക കോർപ്പറേഷൻ, തേങ്ങ കോർപ്പറേഷൻ, കവളം മടലിന് കോർപ്പറേഷൻ, ചകിരിച്ചോറിന് കോർപ്പറേഷൻ, വാഴപ്പിണ്ടി കോർപ്പറേഷൻ, ഇങ്ങനെ കോർപ്പറേഷൻ ഒരുപാട്. അപ്പോൾ അതിലൊക്കെ നിയമനം, അവർക്കൊക്കെ കാറ്, ശമ്പളം, അത് ഇതൊക്കെ. 550 ഇന്നോവ ഓടുന്നുണ്ട് മിനിമം. ഭൂമിയിലേക്കും വലിയ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിലേക്ക് ഒക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപിടിയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ആ റേസിൽ ചിലർ ജയിക്കും, ചിലർ തോറ്റു. ഓട്ട മത്സരമാണിത്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ടും സമർത്ഥമായിട്ടും ഓടുന്നവൾ ജയിക്കും. അതിൽ പലവിധ പരിഗണനകൾ വരും. ആരാരുടെ ബന്ധുവാണ്, ആരാരെ സുഖിപ്പിച്ചിട്ടുണ്ട്, അത് ഇതൊക്കെ നോക്കിയിട്ട് ഇയാളെ കൊണ്ട് എന്ത് പ്രയോജനം, അയാളെ കൊണ്ട് എന്ത് പ്രയോജനം, പിന്നെ എതിര് പറയാൻ സാധ്യതയുണ്ടോ, എനിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് അവരൊരു തീരുമാനം. പക്ഷെ കണ്ണൂരെ പാർട്ടി എന്ന് പറഞ്ഞ P ജയരാജനാണെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ആ ജയരാജൻ ഇതിനകത്ത് വരണം എന്ന് ആഗ്രഹിച്ചാൽ തെറ്റ് പറയാനുണ്ടോ? ഇല്ല, അങ്ങേര് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങേര് വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാം? അങ്ങേര് ഇതിനകത്തുണ്ടെങ്കിലും പുറത്താണെങ്കിലും എന്താ വ്യത്യാസം? അല്ല, അങ്ങേര് വരാതിരുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? വന്നിട്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? അവർ നോക്കുന്നത് സൗകര്യം അങ്ങ് നോക്കി. ഇപ്പം P ജയരാജനെ കൊണ്ട് എന്താ ഇത്ര വലിയ പ്രയോജനം? പുള്ളി അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും, പുള്ളി ഇപ്പോൾ വയസ്സുകാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി വിട്ടു പോകാനൊന്നും പോകുന്നില്ല, പോയി BJPയിൽ ചേരാനും പോകുന്നില്ല. ഖാദി കോർപ്പറേഷൻ്റെ മറ്റോ വൈസ് ചെയർമാൻ, ഇത്രയും ഖാദി ബോർഡ്, ആ പാർട്ടിയിലെ അങ്ങേരുടെ അച്ചടക്കത്തിൻ്റെ ഗുണം കൊണ്ടാണത്. അല്ലെങ്കിൽ ഇത്ര നാണം കെട്ട സ്ഥാനമൊന്നും ആരും ഏറ്റെടുക്കുകയില്ല ഒരു സീനിയർ മനുഷ്യൻ.
ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എടുത്തുകൊണ്ട് പോടാ എനിക്കിതൊന്നും വേണ്ട എന്ന് പറയും. ശോഭന ഒക്കെ ഇരുന്ന പോസ്റ്റാണ്. ആയിക്കോ, ആ ഒറ്റ കാരണം കൊണ്ട് വേണ്ടെന്ന് പറയണ്ടേ, എന്തും ആയിക്കോട്ടെ. അത് അങ്ങനെ. അതുകൊണ്ട് ഇവർ ഇതിനകത്തുണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഗുണമോ ദോഷമോ ഒന്നുമില്ല, അവരുടെ പാർട്ടിക്കും ദോഷമൊന്നുമില്ല. എനിക്ക് പക്ഷേ അത്ഭുതം തോന്നിയതൊന്നുമില്ല. പാർട്ടിയുടെ പുതിയ നയം അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്നു. പാർട്ടി ഇതുവരെ പൊതുമേഖലയ്ക്കാണ് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് സ്വകാര്യ മേഖലയ്ക്കുമാകാം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ മാറ്റം. എന്ത് അടിസ്ഥാനപരമായ മാറ്റം? ഇതൊക്കെ എപ്പോഴേ പാർട്ടി ചെയ്തു കഴിഞ്ഞു. സ്വകാര്യ മേഖലയുടെ പുറത്താണ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. ഇപ്പോൾ എളമരം കരീം പറഞ്ഞു കേട്ടില്ലേ, 1957 EMS സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മാവൂർ ഗ്വാളിയർ റേൺസ് ഉണ്ടായത് കോഴിക്കോട്. പ്രൈവറ്റ് കമ്പനിയല്ലേ, ഞങ്ങളല്ലേ കൊണ്ടുവന്നത്. പിന്നെന്താ ഇപ്പം നയം മാറി എന്ന് പറയുന്നത്? പണ്ടേ ഉണ്ടായിരുന്നു. എളമരം കരീം, ഞാൻ എളമരം കരീമിൻ്റെ കൂടെയാണ് അക്കാര്യത്തിൽ. കാരണം പണ്ടേ ഇതുണ്ടായിരുന്നു. ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അതിനോടൊന്നും അവരുടെ ടേംസിൽ ഇത് നടക്കണം. പിന്നെ പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും സമരം ചെയ്തവർ പൂട്ടിക്കുകയും ചെയ്യും. ഗ്വാളിയർ റേൺസും പൂട്ടിപ്പോയില്ല. അതെ അതെ. ആരെങ്കിലും കാശ് മുടക്കി ഒരു സ്ഥാപനം തുടങ്ങുക, അയാളെ ഉയർത്തുക, എന്നിട്ട് അത് പൂട്ടിക്കുക. ഇതാണ് ഇവരുടെ വിനോദം എക്കാലത്തും. അതിനിടയ്ക്ക് അവർ ചിലപ്പോൾ പൊതുമേഖലയ്ക്ക്, ചിലപ്പോൾ സ്വകാര്യ മേഖലയെ സ്വാഗതം ചെയ്യും. TV തോമസ് വ്യവസായ മന്ത്രിയായിരുന്നു. പുള്ളി ജപ്പാനിൽ പോയി. ജപ്പാനിൽ നിന്ന് വ്യവസായ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ എത്തുന്നു. ആ മനുഷ്യനെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ. ഇതേ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് ഏത്തമടിച്ചു TV തോമസിനെ കൊണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് എത്ര തവണ ഇവർ ഫോറിനിൽ പോയി, എത്ര സംരംഭം ഇപ്പോൾ ഒരെണ്ണം നടത്തിയിട്ടിരിക്കുന്നല്ലേ ഉള്ളൂ. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ സമ്മിറ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ് കേരള. അല്ല, പണ്ട് ജിം നടത്തിയപ്പോൾ ഇവർ എതിർത്താണ്. അതിപ്പോൾ അങ്ങനെയാണെന്നേ. സുനിൽ നടത്തണ്ട, ഞാൻ ചെയ്യാം എന്നുള്ളതാണ്. ഇല്ലേ, പിച്ചക്കാരനെ കാരണവർ തിരിച്ച് വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് വിടുന്നൊരു സീനുണ്ടല്ല, ആ പരിപാടിയാണ്. അപ്പോൾ കാരണം അത് ജിമ്മ് നിങ്ങൾ നടത്തിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല, അതെന്നാണ് ഞങ്ങൾ നടത്തും. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു നയവ്യതിയാനവും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പിണറായി വിജയൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു യന്ത്രം, അതാണിപ്പോൾ പാർട്ടി. പക്ഷെ ഇത്തവണ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര കണ്ടങ്ങ് CPMൻ്റെ സംസ്ഥാന സമ്മേളനം ആഘോഷിച്ചില്ല. ആഘോഷിക്കാനും മാത്രം ഒന്നുമില്ല മുൻകാലങ്ങളിലെ അപേക്ഷിച്ച്. പിന്നെ ആഘോഷിക്കാവുന്ന ഒരു കാര്യം, അത് മാധ്യമങ്ങൾക്കും ജാള്യത ഉളവാക്കുന്നതാണ്. ഈ BJP ഫാസിസ്റ്റാണ്, മോദി ഭരണം ഫാസിസ്റ്റ് ഭരണമാണ് അല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രകാശ് കാരാട്ട് പറയുന്നു. ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റ് പോലുമല്ല, നിയോ ഫാസിസ്റ്റ് പ്രവണതകൾ അവിടെ അവിടെയൊക്കെ കാണാം എന്നേ ഉള്ളൂ. നമ്മൾ ചെറുത്തില്ലെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ 2002 മുതൽ നടത്തിയ ആക്രമണത്തിൻ്റെയൊക്കെ അർത്ഥം എന്തായിരുന്നു? ഫാസിസ്റ്റാണെന്ന് നരേന്ദ്രമോദിയെ വിളിക്കാത്ത ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിൽ ജീവനോടെ ഉണ്ടോ? CPI ഇപ്പോഴും ഉണ്ട്. ആര്? CPI അതെ, വിശ്വം എതിർക്കുന്നുണ്ട് കേട്ടോ CPMൻ്റെ ഈ മാറ്റം. CPI മോദിയെ ഫാസിസ്റ്റ് എന്ന് പറയുന്നു. CPMും ഫാസിസ്റ്റ് എന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഫാസിസ്റ്റ് ദുർഭരണത്തിനെതിരെയാണ് DYFI സമരം ചെയ്യുന്നത്, SFI സമരം ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കുക, ലേഖനങ്ങൾ നോക്കുക. ഈ പറഞ്ഞത് സംബന്ധിച്ച് എനിക്ക് സംശയം, എന്താ ഇപ്പോൾ പെട്ടെന്ന് CPMന് ഇങ്ങനൊരു തോന്നൽ, മോദി ഫാസിസ്റ്റ് അല്ലെന്ന് ഉണ്ടാവാൻ? ഇത് പ്രശ്നം യെച്ചൂരിയും കാരാട്ടും തമ്മിൽ നേരത്തെ മുതൽ ഈ അഭിപ്രായ വ്യത്യാസമുണ്ട്. യെച്ചൂരി മോദി ഫാസിസ്റ്റാണ് എന്ന് തീർത്ത് പറയുന്നു. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ യെച്ചൂരിയുടെ വലിയ ദോസ്താണ് രാഹുൽ ഗാന്ധി. യെച്ചൂരി കോൺഗ്രസിൻ്റെ ഒരു വളരെ അടുപ്പക്കാരനാണ്, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. കാരാട്ട് അങ്ങനെയല്ല. കാരാട്ട് ഇതിൻ്റെ അപകടം മനസ്സിലാക്കുന്നൊരു ആളാണ്. നിങ്ങൾ ഈ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ
അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു ഫാസിസ്റ്റ് സ്വഭാവമില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഭൂലോകത്തുണ്ടെങ്കിൽ അത് ഈ കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നരേന്ദ്രമോദി വന്നു കഴിഞ്ഞു. അപ്പം നരേന്ദ്രമോദിയെ നിങ്ങൾ വിളിക്കുന്ന ഓരോ ചീത്തയും ആത്യന്തികമായിട്ട് ഹിന്ദുക്കളെ വിളിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. പെർസെപ്ഷൻ്റെ കളിയാണല്ലോ രാഷ്ട്രീയം. അതുകൊണ്ട് അത്ര തീക്ഷ്ണമായിട്ട് വിലയിരുത്താൻ പാടില്ല എന്ന് കാരാട്ടിനില്ല. മാത്രവുമല്ല, ഈ കോൺഗ്രസിനോട് വല്ലാത്തൊരു അടുപ്പവും ചായവും കാരാട്ടിനില്ല തന്നെ. അതേസമയം യെച്ചൂരിയുടെ മരണശേഷം കാരാട്ട് സെക്രട്ടറി ആയില്ല. നാഷണൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു പദവി ഉണ്ടാക്കി ഇരുത്തുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ മധുരയിൽ കൂടുമ്പോൾ വേണം പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ കാരാട്ടിനൊരു വോയിസ് വന്നപ്പോൾ, മരിച്ച ഉടനെ അത് ചെയ്യുന്നത് ശരിയല്ല, ഒരു വോയിസ് വന്നപ്പോൾ കാരാട്ട് അസേർട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഫാസിസമല്ല, നിയോ ഫാസിസം പോലും അല്ല, നിയോ ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നു, ഇത്രയേ ഉള്ളൂ. അതോടെ ഈ മോദിയെ എതിർക്കാൻ ഇനി ഫാസിസം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൽ വിഷമിക്കാൻ പോകുന്നത് ഇവരുടെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ എന്ന് മേനി നടിക്കുന്ന സുനിൽ പീളയിടം, അശോകൻ ചെരുവിൽ, സച്ചിദാനന്ദൻ മാറി. സച്ചിദാനന്ദൻ ഇപ്പോൾ ആശാവർക്കർമാരുടെ കൂട്ട്, അത് വേറൊരു സ്ട്രാറ്റജിയാണ്. ബട്ട് ബേസിക്കലി മോദി ഫാസിസ്റ്റ് ആണെന്നുള്ളതിൽ സച്ചിദാനന്ദന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ പുള്ളിക്കിനി ജ്ഞാനപീഠം അങ്ങനെ വല്ലതും കിട്ടണം, അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പത്മ അവാർഡ് എന്നില്ല, എന്തു വാങ്ങിക്കോട്ടെ. ഈ ഗാങ്ങാണ് പരിഭ്രമിച്ചത്. കാരണം ഇവർ മോദി ഫാസിസ്റ്റാണെന്ന് പറഞ്ഞ് ഹിന്ദുത്വ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് എത്ര പ്രസംഗങ്ങൾ എന്തെല്ലാം, ഇതൊക്കെ യൂട്യൂബിൽ പോയില്ലേ. ഇനിയിപ്പോൾ അത് എടുത്തിട്ട് തിരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? പ്രൈവറ്റ് ആക്കാനേ പറ്റുള്ളൂ. അതൊക്കെ ആര് ചെയ്തു? കൈമറിഞ്ഞ് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയതാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കാണ് ഇതിൻ്റെ എംബറാസ്മെൻറ്റ്. അപ്പോൾ അവർക്ക് എംബറാസ്മെൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദ ഹോൾ പോയിൻ്റ് മാധ്യമങ്ങളങ്ങ് ഡൗൺ പ്ലേ ചെയ്തു. ഫാസിസത്തിൻ്റെ ചർച്ചയുണ്ടായില്ല, ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് അത് വന്ന് പോയി കഴിഞ്ഞു. അപ്പം ഇത് അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവരോട് ദേഷ്യമുള്ള CR പരമേശ്വരൻ, ഡോക്ടർ ആസാദ്, ഇതുപോലുള്ളവരൊക്കെ കയറി പിടിക്കും. ഇത് ശക്തിധരൻ കയറി പിടിക്കും. അവരല്ലെങ്കിലും പിടിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ഈ ചർച്ച നിലനിർത്തി കഴിഞ്ഞാൽ ഒരു ക്ഷീണമാണ്, മറ്റവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടും. ഉമേഷ് ബാബുവിന്, ഹരിഹരന്, ആസാദിന്, CR പരമേശ്വരന്. അത് CR പരമേശ്വരൻ പിന്നെ പൊതുവെ ഒരു ആർക്കും വഴങ്ങാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് ബുദ്ധിജീവിയായിട്ട് നിൽക്കുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ഹി ഹാസ് സം എക്സ്പെക്റ്റേഷൻ ഫ്രം ദ മാർക്സിസ്റ്റ് പാർട്ടി. അതില്ലാതെ ആകുമ്പോൾ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാകാറുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ചർച്ചയുടെ ലാഭം ഈ പറഞ്ഞ വിമതന്മാർക്ക് കിട്ടും എന്നും ഇവർ ഭയക്കുന്നു. അതുകൊണ്ട് അത് മുക്കി. കാരണം എസ്റ്റാബ്ലിഷ്ഡ് CPM-ൻ്റെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KUWJ-യുടെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാവുന്നവർ വേറെ ആരുണ്ട്? മുഴുവൻ ഫയലും വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ് ബാലഗോപാലിൻ്റെയും പിണറായി വിജയൻ്റെയും കയ്യിലിരിക്കുക. ഇപ്പം ഈ ഒരു വിവാദം നടന്നില്ലേ, വിദേശ പണം പറ്റി ഇവിടെ ഇത് ചെയ്യുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സുരേന്ദ്രന് KUWJ ശക്തമായൊരു വാണിംഗ് കൊടുത്തു. അതേ, വിദേശത്ത് പലരും പോയിട്ടുണ്ട്, പല കാര്യത്തിനും കാശൊക്കെ മേടിച്ചിട്ടുണ്ട്, കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ലിസ്റ്റ് പുറത്ത് വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള പലർക്കും പരുക്ക് പറ്റും. ഇതൊക്കെ പറഞ്ഞാണ് വാണിംഗ്. ഇനി അതൊരു വെടിനിർത്തലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ആരും രണ്ടു കൂട്ടരെ അനങ്ങുന്നില്ല. വിദേശ പണത്തിനൊന്നും പോവാതെ പിണറായി വിജയൻ പറയുകയാണ് വിദേശ പണമൊന്നും നോക്കണ്ട, സ്വദേശ പണത്തിൻ്റെ കണക്കൊന്നും, സർക്കാരിൻ്റെ പണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് KUWJ വാങ്ങിച്ച കാശിൻ്റെ കണക്കൊന്നാണ്. ബാക്കി സോറോസ് ഫണ്ടിങ്ങൊക്കെ വരട്ടെ എന്നാണ്. ഇവിടെ ഞാൻ നിന്ന കാശിൻ്റെ കണക്ക് തടുക, അത് കഴിഞ്ഞാൽ അമേരിക്ക എന്നുള്ള കാശ് എന്ന് പറഞ്ഞാൽ KUWJ കുരു. സോ അവർക്ക് എസ്റ്റാബ്ലിഷ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭരണത്തിലിരിക്കുന്ന പച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഇതുപോലെയൊക്കെയുള്ള സംവിധാനം, ഈ സംവിധാനത്തെ ഇവർക്ക് ഭയന്നേ പറ്റുള്ളൂ. അവർക്ക് എംബറാസ്മെൻ്റ് ഉണ്ടാക്കുന്ന വാർത്തകൾ കൊടുക്കുമെങ്കിലും അത് പൊലിപ്പിക്കുകയില്ല.
പക്ഷേ അതൊന്നും KUWJ തീരുമാനിച്ചിട്ടല്ല, മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയമാണ് KUWJയിൽ റിഫ്ലക്റ്റ്. KUWJ അങ്ങനെ ഒഫീഷ്യലി ഇന്ന വാർത്ത കൊടുക്കുന്നൊന്നും ആരോടും പറയുന്നില്ല. പക്ഷെ അവിടെ ഉള്ളവർക്ക് മാധ്യമപ്രവർത്തകർക്ക് അറിയാം ഇതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും ഒരു ഇടതുപക്ഷ അനുഭാവിയാകുമ്പോൾ പ്രത്യേകിച്ച് നിർദ്ദേശത്തിൻ്റെ ആവശ്യം വരുന്നത്. അത് കേരളത്തിലെ മാധ്യമരംഗത്ത് അങ്ങനെ ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ആവുന്ന ആളുകളാണ് ഭൂരിപക്ഷം എന്ന ആരോപണമുണ്ട്. അതങ്ങനെയാണല്ലോ. അതങ്ങനെ അതിപ്പോൾ KUWJ അങ്ങനെ അല്ലെങ്കിൽ പോലും വാർത്ത അങ്ങനെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ, അതിൽ ഹമാസിൻ്റെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്ന് കേരളത്തിലെ ഒരു ശരാശരി പ്രവർത്തകന് അറിയാം. അവന് ആരും പഠിപ്പിക്കണ്ട. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന ഇറക്കിയാൽ അത് കൊടുക്കരുത് എന്ന് കേരളത്തിലെ ആവറേജ് പത്രപ്രവർത്തകന് അറിയാം. ഇസ്ലാമിനെ എംബറാസ് ചെയ്യുന്ന വാർത്തയാണ്, അത് കൊടുക്കണ്ട. കോഴിക്കോട്ടെ ലേഖകനെ വിളിച്ച് പറയും അത് കൊടുത്തില്ല കേട്ടോ, അത് കൊടുത്താൽ പ്രശ്നമാണെന്ന് പുള്ളിക്കാരനോടൊന്ന് പറഞ്ഞേക്കുന്നു. അങ്ങേർക്ക് ഇതിന് പ്രശ്നവുമില്ല, നിങ്ങൾ കൊടുക്കാതിരിക്കുക. എൻ്റെ പണി അങ്ങേർക്ക് ഇപ്പോൾ സിറാജ് പത്രമുണ്ട്, പുള്ളിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സിറാജിൽ പുള്ളി പ്രസിദ്ധീകരിക്കും. അപ്പോൾ അത് പ്രശ്നം. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു കോൺസ്പിറസി അല്ല, ഒരു കൺസെൻസസ് ആണ്. എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ പ്രോ പാലസ്തീൻ ആയിരിക്കണം, പ്രോ ഹമാസ് ആയിരിക്കണം. ഹമാസ് എപ്പോഴും പോരാളിയായിരിക്കണം, ഇസ്രായേൽ എപ്പോഴും ഭീകരവാദിയായിരിക്കണം. നിങ്ങളുടെ അമേരിക്ക എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ കുറ്റം പറയണം. റഷ്യയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും മിണ്ടരുത്. ചൈനയുടെ കാര്യം വരുമ്പോൾ ചൈനയിലെ പുരോഗതി എന്നൊക്കെ പറഞ്ഞ് എഴുതണം. ചൈന മുസ്ലിങ്ങളെ കൊന്നാൽ ഞാൻ കണ്ടേയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണം. ഇതൊക്കെ ഈ തത്വങ്ങളൊക്കെ ഒരു സാധാരണ പത്രപ്രവർത്തകന്, ഞാനിപ്പോൾ ഒരു പത്രത്തിലേക്ക് ചെന്നു എന്ന് വയ്യ, എനിക്കറിയാം മനോരമയിൽ എന്ത് വാർത്തയാണ് കൊടുക്കേണ്ടത്. വഞ്ചി മറിഞ്ഞാൽ 5 പേര് മരിക്കണം, കാർ മുട്ടിയാൽ 6 പേര് മരിക്കണം. വഞ്ചി മറിഞ്ഞ് 6 പേര് മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ വഹിക്കില്ല. അതെ അതെ, വഞ്ചി മറിഞ്ഞ് 5 പേർ മരിച്ചു എന്ന് പറഞ്ഞു ഒരാൾ ഗുരുതരാവസ്ഥ. 6 പേരുടെ പേര് താഴെ കൊടുക്കും ഞാൻ, പക്ഷെ തലക്കെട്ടിൽ 5 പ്രാസോപ്പിക്കാൻ. ഇതൊക്കെ മനോരമയ്ക്ക് നിർബന്ധമുള്ള. എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു മലയാളി ഉണ്ടോ? അത് കോഴഞ്ചേരിക്കാരൻ സണ്ണിക്കുട്ടി, ഇതാണ് അയാളുടെ സ്ഥലവും പേരും. ഇപ്പം തന്നെ ഞാൻ പറയാം, പിന്നീട് തിരുത്തിയാൽ മതിയല്ല. അതെ അതെ, തിരുത്തിയാൽ ആദ്യം കൊടുക്കുമ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് സണ്ണി, ഇതാണ് സാർ. അപ്പോൾ ഇതൊക്കെ ഈ ഫോർമുല അറിയാമെങ്കിൽ ഏത് പത്രത്തിലും നമുക്ക് പോയിട്ട് താറാവ് വെള്ളത്തിലിറങ്ങുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റും. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. പണ്ട് MP നാരായണപിള്ളയുടെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നില്ല. അപ്പോൾ പുള്ളി സബ്സീക്വൻ്റ്ലി ഇപ്പം പുള്ളിയുടെ കഥ വന്നു കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ രഹസ്യം വെളിപ്പെടുത്തുന്നത്. പുള്ളി പറഞ്ഞു, ഞാനൊരു 3 മാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്ന കഥകൾ നോക്കി അതിൻ്റെ ചേരുവ മനസ്സിലാക്കി. ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് ചേരുവകൾ പറയുമല്ലോ, വെണ്ടയ്ക്ക ഇത്ര, ഉള്ളി ഇത്ര, ഉപ്പ് പാകത്തിന്. ഇത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കഥ എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ മാതൃഭൂമിക്ക് അന്നത്തെ ചേരുവ എന്ന് വെച്ചാൽ ഓപ്പോൾ ഒരെണ്ണം നിർബന്ധമാണ്, ഒരു 4 കെട്ട് വേണം, 4 കെട്ട് വേണം, ഒതുക്ക് കല്ല് വേണം. ഈ ഒതുക്ക് കല്ല് എന്താണ് ഈ തെക്കന്മാർക്ക് ഇപ്പോഴും അറിയാമല്ല, ഈ ഒതുക്ക് കല്ല് എന്ത് സംഭവം? സ്റ്റെപ്സ് കയറുന്ന അതാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ പലപ്പോഴും വീടൊരല്പം ഹയർ പെഡസ്റ്റലിലാണ്, അപ്പോൾ അങ്ങോട്ട് കയറുന്ന 3-4 സ്റ്റെപ്പ് ഉണ്ടാകും, നടക്കല്ല. അതിനെയാണ് ഒതുക്കുക അല്ലെന്ന് പറയുന്നത് എന്ന് ഞാൻ ആരോടും അന്വേഷിക്കുന്നുള്ളൂ. വേണമെങ്കിൽ ചോദിക്കാമെന്ന് ഇതുവരെ ചോദിച്ചില്ല. അപ്പോൾ അന്ന് നാരായണപിള്ള ഇത് എഴുതി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫോർമുല. ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാതൃഭൂമിയിൽ കഥ വരും. ഇതാണ്. ഓപ്പോൾക്ക് പകരം പെങ്ങളെന്ന് എഴുതിയാൽ വരില്ല. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ അവസാനം ഇല്ലേ അല്ലേ ഒക്കെ വേണമായിരിക്കും അല്ലേ? അല്ലിയ അത് വേണം. അല്ല, അതുകൊണ്ടാണ് ഈ മുട്ടത്ത് പെറുക്കി വടക്കോട്ട് ക്ലിക്ക് ചെയ്യാഞ്ഞതും MT വാസുദേവൻ നായർ തെക്കോട്ട് ക്ലിക്ക് ചെയ്യാഞ്ഞതൊക്കെ ഈ ഒരു സംഗതി കൊണ്ടാണ്. പിന്നീടാണ് പ്രസിദ്ധീകരണങ്ങളൊക്കെ വ്യാപകമാകുകയും വിതരണം വരികയൊക്കെ ചെയ്തപ്പോൾ എല്ലാം ലെവലായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ ഏത് വരണം വന്നുകൂടാ എന്നൊക്കെ ഉള്ളത് നമ്മളിത് വായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഇന്നതാണ് ഫോർമുല. ഞാൻ ആ ഫീൽഡിലല്ലാത്തതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കേണ്ടി വരില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, മാർക്സിസ്റ്റ് കമ്മിങ് ബാക്ക് ടു ഒറിജിനൽ പോയിന്റ്, ഈ പറഞ്ഞവരൊക്കെ കമ്മിറ്റിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയ്ക്ക് ഉള്ളൂ. അല്ല, ഏതായാലും ഒന്നുറപ്പായി, 3ാം വട്ടവും പിണറായി നയിക്കും.
അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയായിരിക്കും. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ലതായിട്ടോ ഈ സർക്കാരിനെ പറ്റി ആൾക്കാർക്ക് മതിപ്പുണ്ടായിട്ടോ ഒന്നുമല്ല, ഓൾട്ടർനേറ്റീവ് ഇല്ലാഞ്ഞിട്ട്. ഒരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം മാറ്റാൻ തയ്യാറാണ്. ഒരു ഓൾട്ടർനേറ്റീവ് ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ്സിലോ ബി ജെ പി. ഞാനെന്തിനു പറയുന്നത്, കേരളത്തിലെ ആളുകൾക്ക് അനുഭവിക്കാൻ യോഗമുള്ളത് പോലെ അനുഭവിക്കും. വാസ്തവത്തിലുണ്ടല്ലോ, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തിരഞ്ഞെടുപ്പ് മത്സരിക്കാം. ഇത് രണ്ടും ബി ജെ പി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അവർ നേരിട്ടത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് ഡൽഹിയും ഹരിയാനയും അവർ തിരഞ്ഞെടുപ്പ് നേരിട്ടത്. ഈ 3 തിരഞ്ഞെടുപ്പും അവർ ജയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയുള്ള തിരഞ്ഞെടുപ്പും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെയുള്ള തിരഞ്ഞെടുപ്പും അവർ ജയിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അവർക്കറിയാം. ബട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. മൈ റീഡിങ് മേ ബി റോങ്. എന്നേക്കാൾ പൊളിറ്റിക്സ് അറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട് ബി ജെ പിയിലുണ്ട്. അപ്പോൾ അവരുടെ കാൽക്കുലേഷൻ ആയിരിക്കാം. എന്തുമായിക്കോട്ടെ, ആസ് ഓഫ് നൗ എൻ്റെ വിചാരം, നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് നരേറ്റീവ്, 2 ലീഡർ. നിങ്ങൾക്കൊരു സ്ട്രോങ് നരേറ്റീവ് ഉണ്ടോ, ചിലപ്പോൾ ലീഡർ ഇല്ലാതെ ജയിക്കും. നിങ്ങൾക്കൊരു സ്ട്രോങ് ലീഡർ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നരേറ്റീവ് ഇല്ലാതെ അയാളുടെ വ്യക്തിപ്രഭാവത്തിൽ നിങ്ങൾ ജയിച്ചു എന്ന് വരും. ഇത് രണ്ടുമില്ലാതെ ജയിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. ആൻറ്റി ഹീറോയെ വെച്ചിട്ടാണ് അവർ ഡൽഹിയിൽ ബി ജെ പി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും പൊക്കി കാണിച്ചില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ അവർ ഒരല്പം കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തെന്ന് വെച്ചോ, കേജ്രിവാളിൻ്റെ അറ്റാക്ക് മുഴുവൻ അയാളുടെ നേർക്കാവും. കേജ്രിവാളും അയാളും തമ്മിൽ താരതമ്യമാവും. തെരഞ്ഞെടുപ്പിലെ ഇക്വേഷൻസ് മുഴുവൻ മാറും. 2 വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും. അതിൽ തോക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിൽ സകലവിധ സ്പെക്കുലേഷനുള്ള ചാൻസ് അങ്ങ് കൊടുത്തു. അതിൽ രേഖാ ഗുപ്ത, സുരേഷ് സൂദ്, പർവേഷ് ശർമ്മ, ഒരുപാട് പേര്. അപ്പോൾ ആരുമാകാം എന്നുള്ളൊരു സ്ഥിതി അങ്ങനെ നിർത്തിയിട്ടാണ് ഡൽഹി അവർ ജയിച്ചത്. ഹരിയാനയിൽ അതുപോലും വേണ്ടി വന്നില്ല. ഒരിടയ്ക്ക് മനോഹർലാൽ ഖട്ടർ 3ാമതും വരും എന്ന് വരെ ഒരു ഇമ്പ്രഷൻ കൊടുത്തു. അത് ഖട്ടറിനെ ആക്കിയില്ല. ഖട്ടറിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുത്തു. ഈ കളിയെല്ലാം ബി ജെ പിക്ക് അറിയാവുന്നതാണ്. ബട്ട് സംഭവം കേരളത്തിലെ അവസ്ഥയിൽ ഇപ്പോൾ ഞാനത് കാണുന്നില്ല. കോൺഗ്രസ്സിൽ ഒട്ടും കാണുന്നില്ല. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം കൊണ്ടല്ല അവരുടെ, ഞാൻ എപ്പോഴും പറയാൻ, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം ഒന്നും കോൺഗ്രസ്സിന് ദോഷമല്ല, ഗുണം തന്നെയാണ്. കരുണാകരനും ആൻ്റണിയും തമ്മിൽ ഏറ്റവും അധികം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൂടുതൽ വളരുകയായിരുന്നു കേരളത്തിൽ. ബട്ട് ഇപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ, കരുണാകരൻ്റെയോ ആൻ്റണിയുടെയോ സ്റ്റേച്ചറുള്ള നേതാവില്ല. 2 പേരും സ്റ്റേച്ചറുള്ള നേതാക്കന്മാരായിരുന്നു, ആൻ്റണിയും കരുണാകരനും. അവരുടെ അടി കാണാനൊരു രസമായിരുന്നു. ഒരു ആഢ്യത്വമുള്ള അടിയായിരുന്നു. അടിയും തിരിച്ചടിയുമില്ല. ഇപ്പോൾ അത് പോയിട്ട് കച്ചറയായി. സ്റ്റേച്ചറൊട്ടിയില്ല താനും. ഇഷ്യൂസൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളിലൊക്കെ ഉടക്കുക, പിടിക്കുക, മൈക്ക് മാറ്റി വെച്ച് വഴക്കുണ്ടാക്കിയില്ല സതീശനും. അതൊക്കെ വളരെ ലോ ലെവൽ ഫൈറ്റാണ്. അന്യോന്യം തോൽപ്പിക്കാനുള്ള ഫൈറ്റാണ്. അതാണ് അവരുടെ ദോഷം. അവർക്ക് ദേ ഹാവ് സ്റ്റിൽ ഹാവ് ടൈം ടു കറക്റ്റ്. തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ വരുന്നല്ലേ ഉള്ളൂ, 26-ലല്ലേ ഉള്ളൂ. ഇപ്പോഴും അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പറ്റിയ പേഴ്സണാലിറ്റീസ് ഇല്ല. അതാണ് അവരുടെ ദൗർബല്യം. അവർക്ക് നരേറ്റീവ് ഇല്ല. ഒന്നാമത് കോൺഗ്രസ്സിൽ നിറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് സതീശനാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ്, പിണറായിയേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ്. ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ലേഖനം എഴുതി സതീശൻ. അതിന് മലയാളം വരിയിലായിരുന്നു. തലക്കെട്ടൊരു പക്ഷേ മലയാളം വരികക്കാർ കൊടുത്തതായിരിക്കാം. ഏതായാലും ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവായിക്കഴിഞ്ഞ് ആദ്യമായിട്ട് വി ഡി സതീശൻ പേര് വെച്ചെഴുതുന്ന ലേഖനം മലയാളം വരിയിലാണ് വന്നത്. അതിൻ്റെ തലക്കെട്ട് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, സത്യമാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ എണ്ണം വളരെ കുറവാണ്. അത് അവർക്കൊരു വലിയ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു. ഏതായാലും CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം അങ്ങനെ വലിയ രാഷ്ട്രീയ ചലനങ്ങളൊന്നും ഇല്ലാതെ പോയി. തെരഞ്ഞെടുപ്പിലേക്ക് എന്തായാലും അവരൊരുങ്ങി. ഇനിയിപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുങ്ങിയെന്ന് പറയാനായിട്ടില്ല. കാരണം ഈ പറഞ്ഞ പത്മകുമാറിൻ്റെയൊക്കെ സംസാരമുണ്ടല്ലോ,
അത് വീണയെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തു എന്നതിൻ്റെ പേരിലാണ്. അല്ല, അടുത്ത ദിവസങ്ങളിൽ അത് വർദ്ധിച്ചു എന്ന് വരാം. പത്മകുമാറിനെ പറഞ്ഞു, എനിക്ക് 66 വയസ്സേ ആയിട്ടുള്ളൂ, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യപ്പെട്ടു എന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, അത് ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. പത്മകുമാർ ശബരിമല കാലത്തും പറഞ്ഞത് വിഴുങ്ങിയിരുന്നു. പിണറായി വിജയൻ വിളിച്ച് ശാസിച്ചിരുന്നു പത്മകുമാർ അന്ന് വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം ഇൻ ദ ഹാർട്ട് ഓഫ് ഹാർട്ട്സ് പത്മകുമാർ സ്ത്രീകൾ കയറരുത് എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. അതേസമയം സർക്കാരിൻ്റെ നയം ഇങ്ങനെ. അതിന് മുമ്പുണ്ടായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ സുപ്രീം കോടതിയിൽ സ്ത്രീകൾ കയറരുത് എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു. ആ സത്യവാങ്മൂലം മാറ്റി വേറെ സത്യവാങ്മൂലം കൊടുക്കണം. അപ്പോൾ ആദ്യം ആ സീക്വൻസ് ഓർത്ത് നോക്കണം. ആദ്യം പത്മകുമാർ പറഞ്ഞു, കൊടുത്ത സത്യവാങ്മൂലത്തിൽ ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുന്നു, ദേവസ്വം ബോർഡിന് മാറ്റിയില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയൻ ശാസിച്ചു സത്യവാങ്മൂലം മാറ്റാൻ പറഞ്ഞു. മാറ്റിയപ്പോൾ സുപ്രീം കോടതി വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചത്, ഇത് ഒരാൾ മാറുമ്പോൾ പുതിയ സത്യവാങ്മൂലം വരുന്നു, അത് അങ്ങനെയല്ല ഇറോഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഉരുട് കളിച്ച് അത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ പത്മകുമാർ ഈ ഹിന്ദു ഗ്രൂപ്പ്സുമായിട്ട് ചർച്ചയ്ക്ക് ശ്രമിച്ചു. പ്രത്യേകിച്ച് ശബരിമല തന്ത്രി, പിന്നെ അയ്യപ്പസേവാ സംഘത്തിൻ്റെ അയ്യപ്പസേവാ സമാജത്തിൻ്റെ ഹിന്ദു ഐക്യവേദികൾ 110 ഹിന്ദു സംഘടനകളുണ്ട്. പത്മകുമാറിൻ്റെ തീരുമാനം 110 ഉണ്ടെങ്കിൽ ശരി, 110 പേരുമായിട്ട് ചർച്ച ചെയ്യുക. അതിനെന്താ, ഒരു ഹാളിൽ വിളിച്ച് എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് ഈ വിധിയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇതും മുഖ്യമന്ത്രി തടക്കും. മുഖ്യമന്ത്രി വിളിപ്പിച്ചു പത്മകുമാറിനെ ക്ലിഫ് ഹൗസിലേക്ക്. ഒന്നും ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. സുപ്രീം കോടതി വിധി വന്നു, അത് നടപ്പിലാക്കുക. അതിൽ പത്മകുമാർ വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു. ബട്ട് ഈ പാർട്ടി ഒരു അച്ചടക്കം, വാസ്തവം അവിടെയാണ് ഈ ദേവസ്വം ബോർഡിന് സ്വയംഭരണമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അവിടെ പത്മകുമാർ അസർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അയാളെ ആൺകുട്ടി എന്ന് പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്നാഗ്രഹിച്ചവനാണ് ഞാൻ, ഇപ്പോഴും അതാണ്. ബട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അയാൾ പറയുകയാണ്, എനിക്ക് മുമ്പിരുന്ന പ്രസിഡൻറ്റ് എല്ലാ കാര്യങ്ങളും നോക്കി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരിച്ചാക്കാൻ ഞാൻ തയ്യാറല്ല. ദേവസ്വം ബോർഡിന് അന്നും ഇന്നും ഒരേ നിലപാടേ ഉള്ളൂ. സർക്കാരിന് എന്നെ ഫോഴ്സ് ചെയ്യാനുള്ള അവകാശമില്ല. എന്നെ നിയമിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വയംഭരണാവകാശമുള്ളൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്താണ്. അതാണല്ലോ ദേവസ്വം ബോർഡ്. അതെ. അപ്പോൾ നിങ്ങളൊരു ഹൈക്കോടതി ജഡ്ജിയെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങയുടെ പുറത്ത് കൺട്രോളൊന്നുമില്ല. നിയമിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഒന്ന് കണ്ടു എന്ന് വരും. സാർ എൻ്റെ പേരെന്ന് അത് ചെയ്തിട്ടുണ്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്താൽ പോലും പ്രശ്നമാണ്. ഇതാണ് സ്വയംഭരണം എന്ന് പറയുന്നത്. ആ സ്വയംഭരണം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്മകുമാർ നീക്കണമായിരുന്നു. എന്നിട്ട് പത്മകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് നിന്ന് പിണറായി വിജയൻ മാറ്റിക്കോട്ടെ, മാറ്റുക, ഗവൺമെൻറ് മാറ്റുകയാണ്, ഇറ്റ്സ് ഓക്കെ. കാരണം ഇത് പ്ലഷർ അപ്പോയിൻമെൻ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ. മാറ്റാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ സത്യവാങ്മൂലം ഞാനായിട്ട് മാറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പത്മകുമാർ വുഡ് ഹാവ് ബീൻ ദ ഹീറോ ഇൻസൈഡ് ദ പാർട്ടി ആൻഡ് ഔട്ട്സൈഡ് ദ പാർട്ടി. കാരണം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാവരും പറയും പത്മകുമാറിൻ്റെ നിലപാടായിരുന്നു ശരി, അയാളെ ദേവസ്വം ബോർഡ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശരിയായില്ല. പത്മകുമാർ പറയും, ഞാൻ അച്ചടക്കമുള്ള പാർട്ടിക്കാരനാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് എന്നെ മാറ്റണമെങ്കിൽ മാറ്റിക്കും, പക്ഷേ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല, എന്നെ മാറ്റിക്കും, ഇഷ്ടമുള്ള ആളെ വെച്ചോ, ഇഷ്ടമുള്ള സത്യവാങ്മൂലം കൊടുത്തോ. ഇതൊന്നും ചെയ്യാനുള്ള ആത്മധൈര്യമോ തൻ്റെ ഇടമോ പത്മകുമാറും കാണിച്ചില്ല. ചരിത്രത്തിൽ ഒരു പിവറ്റൽ പോയിന്റിൽ പത്മകുമാർ എത്തിയതാണ്. അത് പത്മകുമാർ അങ്ങ് ചുമ്മാ സ്ലിപ്പാക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് പാർട്ടിയെ വരട്ടാന്ന് നോക്കി കഴിഞ്ഞാൽ ദ ടൈം ഈസ് ഗോൺ. ഇതിലൊക്കെ ടൈമിങ് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ചരിത്രം ഒരു പ്രത്യേക മൊമെൻറ്റിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ടേക്ക് എ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട്, എ ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ. അതല്ല, പത്മകുമാറിന് ആത്മാർത്ഥമായിട്ട് സ്ത്രീകളെ കയറ്റാനായിരുന്നു ഉദ്ദേശമെങ്കിൽ അതിന് പിന്നെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അന്ന് ഈ പ്രശ്നമൊന്നും കാണിക്കേണ്ട. ബട്ട് അന്ന് പുള്ളി അസാമാന്യമായ ആത്മസംഘർഷം അനുഭവിച്ചു. കയറ്റരുത് എന്നുള്ളിലുണ്ട്, പക്ഷേ കയറ്റണമെന്ന് പിണറായി വിജയൻ പറയുന്നു. സുപ്രീം കോടതി വിധിയും വന്ന് ധർമ്മസങ്കടത്തിലായി. ഇതാണ് പത്മകുമാറിൻ്റെ. അതുകൊണ്ട് ഇതിപ്പോൾ പത്മകുമാറിൻ്റെയൊക്കെ പൊട്ടിത്തെറി ഇവിടെ വെച്ച് നിൽക്കുമോ എന്നെനിക്ക് അറിയില്ല. നിന്നില്ലെങ്കിൽ ഇറ്റ് മേ സ്നോബോൾ ഇൻ ടു അനദർ കോൺട്രവേഴ്സി. കാരണം
കോൺഗ്രസും BJPയും പത്മകുമാറിനെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു. ഇപ്പോൾ കൂടെ ഒരുത്തം പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് കേട്ടോ, ചാക്കുണ്ട്. ഏതായാലും പത്മകുമാറിൻ്റെ ഒരു കോസ് ഉണ്ട്, എങ്ങനെ സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.